എന്തുവാടേ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? ഞങ്ങളൊന്ന് കുളിച്ചു വന്നപ്പോഴത്തേക്കും ഒരു ഷൂട്ടിന്റെ ഇടയിലാണ്. പക്ഷെ പറയാതിരിക്കാൻ തോന്നിയില്ല, ഈ ഇടയ്ക്ക് ഞങ്ങളൊരു റീല് ചെയ്തായിരുന്നു. ഒരു കല്യാണം കഴിച്ചപ്പോ എന്തൊക്കെ സംഭവിച്ചു പറയട്ടെ. എന്ത് തോന്നിവാസം കാണിച്ചാലും നിങ്ങൾ അങ്ങ് ഏറ്റെടുക്കും. അതാണ് ഏറ്റവും വലിയൊരു സത്യം അല്ലേ? അത് ഏറ്റെടുത്തത് കൊണ്ടാണ് നമ്മളിപ്പോ ഇങ്ങനെ നിൽക്കുന്നത്. ജസ്റ്റ് അതൊരു നമ്മള് ജസ്റ്റ് നല്ല സംഭവം വേറെ ഒന്നുമല്ല. ഞങ്ങള് നോക്കിയപ്പോഴത്തേക്കും തെലുങ്കു സീരിയലിലെ ഒരു ആർട്ടിസ്റ്റുകൾ തന്നെ ചെയ്തൊരു സാധനമാണ്. അപ്പൊ അതിന്റെ ചെറിയൊരു റീക്രിയേഷന്റെ ഭാഗമായിട്ട് നമ്മുടെ മലയാളി ഓഡിയൻസ് അതിനെ എങ്ങനെ എടുക്കുമെന്ന് അറിയാൻ വേണ്ടിട്ട് ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തു. ചുമ്മാ ചെയ്ത് വൈറലാവാൻ ചെയ്തതാ. എയർലായി പക്ഷെ വൈറലാണ്. അല്ല, വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഈ സാധനം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ അത് റിയാക്ട് ചെയ്യുമെന്ന് നമുക്ക് അറിയണമായിരുന്നു. പക്ഷെ നിങ്ങൾ നന്നായിട്ട് അത് സപ്പോർട്ട് ചെയ്തു. അതെ, പക്ഷെ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒറ്റ നെഗറ്റീവ് കമന്റ്സ് ഇല്ല. അതാണ് ഞങ്ങളുടെ ധൈര്യമായിരുന്നത്. ഒറ്റ നെഗറ്റീവ്. അതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ റിവീൽ ചെയ്യാണ്ടിരുന്നത് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇതിന് വേണ്ടിട്ട് കുറെ വീഡിയോസ് അങ്ങനെ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പൊ എന്തായാലും മീഡിയ ചേട്ടന്മാരെ ഒടുവിൽ പ്രാർത്ഥന എത്തി, സത്യം വെളിപ്പെടുത്തി ഇട്ടോളൂ. അൻസിയുണ്ട് കൂടെ. അപ്പൊ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ്. പുള്ളിക്കാരി ഓൾറെഡി മാരീഡും ആണ്. ഒരു കുഞ്ഞുണ്ട്. കുഞ്ഞാണ് അതിലുള്ളത് കേട്ടോ. ഓക്കെ, ബൈ. ഓക്കെ, ബൈ. നമസ്കാരം. ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ താരമാണ് പ്രാർത്ഥന കൃഷ്ണ. കൂടെവിടെ എന്ന സീരിയലിലൂടെയാണ് പ്രാർത്ഥന പ്രശസ്തിയാകുന്നത്. രാക്കുയിൽ, മണിമുത്ത് തുടങ്ങിയ സീരിയലുകളിലെ പ്രകടനവും പ്രേക്ഷകർ ഇരു കൈകളും നീട്ടിയാണ് സ്വീകരിച്ചത്. ഇപ്പോഴിതാ താരം വിവാഹിതയായി എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത്. പ്രാർത്ഥന തന്നെ പങ്കുവച്ച ചില ചിത്രങ്ങളിൽ നിന്നും റീലുകളിൽ നിന്നും അതിന് താഴെ നൽകിയ കമന്റുകളിൽ നിന്നുമാണ് പ്രേക്ഷകർ ഇക്കാര്യം ഉറപ്പിച്ചത്. തന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ വിവാഹം ചെയ്തെന്നാണ് പറയുന്നത്. മോഡൽ ആൻസിക്ക് ഒപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളും പ്രാർത്ഥന ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട്. ടോക്സിക് ബന്ധത്തേക്കാൾ 100 ഇരട്ടി നല്ല ബന്ധം എന്റെ പൊണ്ടാട്ടി എന്നും വീഡിയോയ്ക്കൊപ്പം പ്രാർത്ഥന കുറിച്ചു. ഇത് റിയൽ വീഡിയോ ആണോ AI ആണോ എന്നൊക്കെയുള്ള കമന്റുകൾക്ക് റീൽ അല്ല, റിയൽ ആണെന്നും പ്രാർത്ഥന മറുപടി നൽകിയിട്ടുണ്ട്. അതേസമയം ഇത് ഫോട്ടോഷൂട്ട് ആണോ എന്നുള്ള കമന്റിന് ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു എന്ന മറുപടിയാണ് ആൻസിയ നൽകിയത്. വിവാഹിതരായോ എന്ന സംശയം ചിലർ ചോദിക്കുമ്പോൾ മറ്റു ചിലർ വീഡിയോകൾക്കും ചിത്രങ്ങൾക്കും താഴെ ഇരുവർക്കും ആശംസകൾ അറിയിച്ചും കമന്റ് ചെയ്തിട്ടുണ്ട്. ആൻസിയും പ്രാർത്ഥനയും പരസ്പരം മാല അണിയുന്നതും താലി കെട്ടുന്നതും സിന്ദൂരം ചാർത്തുന്നതുമെല്ലാം വീഡിയോയിലുണ്ട്. അമ്പലനടയിൽ വെച്ചുള്ള ദൃശ്യങ്ങളാണ് ഇവർ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും മോഡലും കൂടിയാണ് ആൻസിയ. പ്രാർത്ഥനയും മോഡലിംഗ് രംഗത്തു നിന്നുമാണ് അഭിനയത്തിലേക്ക് എത്തിയത്. ഇരുവരും ഒന്നിച്ചുള്ള വീഡിയോകളും ചിത്രങ്ങളും മുൻപും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. എന്റെ പൊണ്ടാട്ടിക്കൊപ്പം എന്ന സിമ്പിൾ ക്യാപ്ഷനാണ് ആൻസി പ്രാർത്ഥനയ്ക്കൊപ്പമുള്ള ചിത്രത്തിന് നൽകിയിരിക്കുന്നത്. ലെസ്ബിയൻ, മൈ ലവ്, പൊണ്ടാട്ടി, ഡ്രീം കം ട്രൂ തുടങ്ങിയ ഹാഷ്ടാഗുകളാണ് ആൻസിയ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഫോട്ടോഷൂട്ട് നാടകമാണോ എന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. എന്നാൽ മറ്റു ചിലർ ഇരുവർക്കും ആശംസകൾ നേരുകയാണ്. വളരെ മികച്ച തീരുമാനമാണെന്നും ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകട്ടെ എന്നും ആശംസിച്ച് നിരവധി പേരുണ്ട്. അതേസമയം ഇതൊക്കെ ഇപ്പോൾ ഒരു പുതുമയുള്ള സംഭവമല്ലെന്ന് അഭിപ്രായപ്പെടുന്നവരും ഉണ്ട്. അവരവരുടെ ഇഷ്ടം, അവരവരുടെ ജീവിതം അവർക്കിഷ്ടമുള്ളതുപോലെ ഇഷ്ടമുള്ളവർക്കൊപ്പം ജീവിക്കട്ടെ എന്നാണ് കൂടുതൽ പേരും പറയുന്നത്. അതിനൊപ്പം തന്നെ ഇവരെ രൂക്ഷമായി വിമർശിക്കുന്നവരും ഉണ്ട്.